നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒരു സർക്കാരുകളെയും തനിക്ക് ഭയമില്ലെന്നും വ്യാപാരി സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കായി സർക്കാരിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുമെന്നും KVVS സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. KVVS പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ കരുത്ത് ഏറെ പ്രചോദനമാണെന്നും രാജു അപ്സര. ചെറുകിട വ്യാപാരികൾക്ക് ലൈസൻസുകൾ ഉദാരമാക്കണമെന്നും ലൈസൻസ് ഫീസുകൾ ചുമത്തരുതെന്നും കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 2026-28 വർഷത്തേക്കുള്ള ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലിനെയും മറ്റു ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. KVVS ജില്ലാ കൗൺസിൽ യോഗം കുളപ്പുള്ളിയിൽ. ഷൊർണൂരിന് പുത്തൻ മുഖഛായ. നഗരാസൂത്രണ പദ്ധതികൾക്ക് കൗൺസിലിന്റെ അംഗീകാരം. പ്രത്യേക സമിതിയും രൂപീകരിച്ചു. നഗരാസൂത്രണ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചത് നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗത്തിൽ. മൃഗസംരക്ഷണ വകുപ്പിൽ നടക്കുന്നത് മാനദണ്ഡവിരുദ്ധമായ സ്ഥലം മാറ്റങ്ങളാണെന്ന് FSETO. സ്ഥലം മാറ്റത്തിനൊപ്പം നടക്കുന്നത് തരം താഴ്ത്തൽ കൂടിയാണെന്നും FSETO. നിയമവിരുദ്ധവും മാനദണ്ഡങ്ങൾ ലംഘിച്ചുമുള്ള സ്ഥലം മാറ്റ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് FSETO ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മൃഗസംരക്ഷണ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം. സ്ഥലമാറ്റത്തിന്റെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മേരി സിൽവസ്റ്റർ. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ അസംഘടിത തൊഴിലാളികളെ ഒഴിവാക്കിയെന്ന് BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടോ. തൊഴിലാളികളാണ് നാടിന്റെ ശക്തിയെന്ന് മനസ്സിലാകാതെ അവതരിപ്പിച്ച ബജറ്റ് തികച്ചും തൊഴിലാളി വിരുദ്ധമാണെന്നും ശശി ചോറോട്ടോ. BMS വല്ലപ്പുഴ മങ്കര പഞ്ചായത്ത് സമ്മേളനങ്ങൾ ചേർന്നു. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും യഥാസമയം വിതരണം ചെയ്യണമെന്ന ആവശ്യം. ഭക്തിനിർവൃതിയോടെ പാലക്കാട് പിരായിരി തരവത്തുപടി നവനീത കൃഷ്ണൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടി. വാദ്യപ്പെരുമയേകിയ ചെണ്ടമേളവും നൂറുകണക്കിന് ഭക്തരെത്തിയ മഹാന്നദാനവും ഉത്സവത്തിന് പകിട്ടേകി. വാർത്തകൾ വിശദമായി. ഒരു സർക്കാരുകളെയും തനിക്ക് ഭയമില്ലെന്നും വ്യാപാരി സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കായി സർക്കാരിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുമെന്നും KVVS സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. KVVS പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും 2026-28 വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പും കുളപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചെറുകിട വ്യാപാരികൾക്ക് ലൈസൻസുകൾ ഉദാരമാക്കണമെന്നും ഫീസുകൾ ചുമത്തരുതെന്നും കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും 2026-28 വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പും തിങ്കളാഴ്ച കുളപ്പുള്ളി ഗസീബോ ഹെറിറ്റേജിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരിഞ്ച് പോലും പുറകോട്ട് പോകാൻ തയ്യാറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാരിനും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു സർക്കാരിനും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു തുറന്ന പുസ്തകം പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തുറന്ന പുസ്തകം പോലെ. എന്നെ സംബന്ധിച്ചിടത്തോളം 100% വ്യാപാരി സമൂഹത്തിന്റെ നേട്ടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയല്ലാതെ മറ്റൊരു കാര്യത്തിനും എൻ്റെ പ്രവർത്തനം ഉണ്ടാകില്ല. എൻ്റെ വ്യക്തിപരമായിട്ടാണെങ്കിലും സംഘടനപരമായിട്ടാണെങ്കിലും ഈ സംഘടനയിലെ എൻ്റെ ആണെങ്കിലും സംസ്ഥാന ഭാരവാഹിയാണ് ശ്രീ ബാബു കോട്ടയിലടക്കമുള്ള മുഴുവൻ ആളുകളും ഈ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P കുഞ്ഞാവു ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ KV അബ്ദുൽ ഹമീദ്, S ദേവരാജൻ, MK തോമസ് കുട്ടി, PC ജേക്കബ്, AJ ഷാജഹാൻ, K അഹമ്മദ് ഷെരീഫ്, സണ്ണി പൈമ്പിളിൽ, ബാബു ഹാജി, വിജയൻ, ധനേഷ് ചന്ദ്രൻ, ജോജിൻ T ജോയ്, V സബിൻ രാജ്, സലീം രാമനാട്ടുകര, M കുഞ്ഞുമുഹമ്മദ്, ജോസ് ബാലരാമ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് സ്വാഗതവും ജില്ലാ ട്രഷറർ KK ഹരിദാസ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുപ്പ് വരണാധികാരിയുമായ ദേവസ്യ മേച്ചേരിയുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റിന്റെയും ജില്ലാ കമ്മിറ്റിയുടെയും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. 2026-28 വർഷത്തെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായി ബാബു കോട്ടയിലിനെ ജില്ലാ കൗൺസിൽ യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറിയായി KA ഹമീദ്, ജില്ലാ ട്രഷറായി KK ഹരിദാസ് തുടങ്ങിയ അംഗങ്ങളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. ചെറുകിട വ്യാപാരികളുടെ ലൈസൻസ് നടപടിക്രമങ്ങൾ ഉദാരമാക്കുക, ലൈസൻസ് ഫീസുകൾ ഒഴിവാക്കുക, K-സ്മാർട്ടിലൂടെ ലൈസൻസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുക, ഹരിതകർമ്മസേന ഫീസുകൾ, തൊഴിൽ നികുതി എന്നിവ ഒഴിവാക്കി വ്യാപാരികളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുകയും നിയമക്കുരുകൾ ഒഴിവാക്കുകയും വേണമെന്ന് കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 2026-28 കാലയളവിൽ പാലക്കാട് ജില്ലയിൽ കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയാണ് KVVS ലക്ഷ്യമെന്ന് സംഘടന ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു. കഴിഞ്ഞ കാലയളവിൽ ജില്ലയിലെ 16 വ്യാപാരി കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം മരണാനന്തര സഹായം നൽകിയിട്ടുണ്ടെന്നും ബാബു കോട്ടയിൽ കുളപ്പുള്ളിയിൽ STVയോട് പറഞ്ഞു. മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നതെന്നും വരുന്ന 2 വർഷത്തിൽ
എല്ലാ വ്യാപാരികൾക്കും ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ബാബു കോട്ടയിൽ പറഞ്ഞു. 2026-28 കാലയളവിലേക്കുള്ള ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിനകം ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 16 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം മരണാനന്തര സഹായമായി നൽകാൻ കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ച പ്രവർത്തനം. അത് വിശാലമായ അർത്ഥത്തിൽ പാലക്കാട് ജില്ലയിലെ എല്ലാ കൊച്ചു വ്യാപാരികളും അവർക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ് ഏകോപന സമിതിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. നിങ്ങൾ കാണുന്നത് വരാൻ പോകുന്ന 2 വർഷക്കാലം കൊണ്ട് പാലക്കാട് ജില്ലയിലെ എല്ലാ വ്യാപാരികളും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ചികിത്സാ സഹായമായും മരണാനന്തര ആനുകൂല്യമായും അതുപോലെ തന്നെ അഗ്നിബാധ മൂലം കടകത്തി നശിക്കുമ്പോൾ അത്തരം വ്യാപാരികൾക്ക് മികച്ച രീതിയിൽ സാമ്പത്തിക പിന്തുണ നൽകുന്ന ഒരു വലിയ പദ്ധതിയാണ് ഏകോപന സമിതിയുടെ വരാൻ പോകുന്ന 2 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷൊർണൂരിന് പുത്തൻ മുഖഛായ. നഗരാസൂത്രണ പദ്ധതികൾക്ക് കൗൺസിലിന്റെ അംഗീകാരം. ഇതിനായി പ്രത്യേക സമിതിയും രൂപീകരിച്ചു. നഗരസഭയുടെ അടിയന്തര യോഗത്തിലാണ് നഗരാസൂത്രണ പദ്ധതികൾക്ക് കൗൺസിൽ യോഗം അംഗീകാരം നൽകിയത്. നഗരാസൂത്രണ പദ്ധതികൾക്ക് ഷൊർണൂർ നഗരസഭാ കൗൺസിലിന്റെ അംഗീകാരം. നഗരത്തിന്റെ സമഗ്ര വികസനത്തിനും ആധുനികവൽക്കരണത്തിനും വഴി തുറക്കുന്ന സുപ്രധാന പദ്ധതികളുടെ കരട് പരിഷ്കരണത്തിനാണ് നഗരസഭാ കൗൺസിലിന്റെ അംഗീകാരം. LSGD പ്ലാനിംഗ് വിഭാഗത്തിന്റെ സഹായത്തോടെ പുതുക്കി തയ്യാറാക്കിയ ഷൊർണൂർ ബസ് സ്റ്റാൻഡ് ഏരിയ, കുളപ്പുള്ളി ഏരിയ എന്നീ വിശദ നഗരാസൂത്രണ പദ്ധതികളാണ് തിങ്കളാഴ്ച ചേർന്ന നഗരസഭാ അടിയന്തര കൗൺസിൽ യോഗത്തിൽ അംഗീകരിച്ചത്. നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു ഷൊർണൂരിന്റെ ഭാവി മാറ്റിമറിക്കാൻ പോകുന്ന ഈ ചരിത്രപരമായ തീരുമാനമുണ്ടായത്. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനും തുടർനടപടികൾക്കുമായി 8-അംഗ പ്രത്യേക സമിതിക്കും കൗൺസിൽ രൂപം അംഗീകാരം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മൃഗസംരക്ഷണ വകുപ്പിൽ നടക്കുന്നത് മാനദണ്ഡ വിരുദ്ധമായ സ്ഥലമാറ്റങ്ങളാണെന്നും സ്ഥലമാറ്റത്തിനൊപ്പം നടക്കുന്നത് തരം താഴ്ത്തൽ കൂടിയാണെന്നും FSCTO. സ്ഥലമാറ്റത്തിന്റെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മേരി സിൽവസ്റ്റൺ പറഞ്ഞു. FSCTO ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മൃഗസംരക്ഷണ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്ഥലം മാറ്റത്തിന്റെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രതികാരമാണ്. യോഗ്യതയുള്ളവരെ അപ്രധാന തസ്തികയിലേക്കാണ് സ്ഥലം മാറ്റുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ സേവന പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതാണ് സ്ഥലം മാറ്റമെന്നും മേരി സിൽവസ്റ്റർ പറഞ്ഞു. സ്ഥലം മാറ്റത്തിന്റെ പേരിൽ തരം താഴ്ത്തലും നടക്കുകയാണ്. ഇത് വെച്ചുപൊറുപ്പിക്കില്ല. മാനദണ്ഡങ്ങൾ തെറ്റിച്ചുള്ള രാഷ്ട്രീയ പ്രതികാര നടപടിക്കെതിരെ FSCTO ശക്തമായ സമരം തുടരുമെന്നും മേരി സിൽവസ്റ്റർ പറഞ്ഞു. മാറ്റും, പകരം ലൈസൺ ഓഫീസറായി നിങ്ങളെ നിയമിക്കും, താഴെയുള്ള തസ്തികയിലേക്ക് നിയമിക്കും. എവിടെയും കേൾവിയില്ലാത്ത തരത്തിലുള്ള ട്രാൻസ്ഫറുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇന്നൊരു പ്രതിഷേധം കൊണ്ട് നമ്മൾ തീരുന്നില്ല. ഇനിയും നാളെയും പ്രതിഷേധങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. FSCTOയുടെ ഭാഗമായി ഇനി പ്രതിഷേധം നാളെ നടത്തുന്നുണ്ട്. ഇനിയും വരും ദിവസങ്ങളിലും ഇതുപോലെ പല ഡിപ്പാർട്ട്മെന്റുകളും പ്രതിഷേധങ്ങൾ നടത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. KSA ജില്ലാ കമ്മിറ്റി അംഗം ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ KGOA സംസ്ഥാന കമ്മിറ്റി അംഗം സെയ്തലവി, കൃഷ്ണനുണ്ണി, P രമേശ്, ഉല്ലാസ്, KP ബിന്ദു എന്നിവർ സംസാരിച്ചു. നിയമവിരുദ്ധവും മാനദണ്ഡങ്ങൾ ലംഘിച്ചുമുള്ള സ്ഥലമാറ്റ നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് FSCTO പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മൃഗസംരക്ഷണ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ അസംഘടിത തൊഴിലാളികളെ ഒഴിവാക്കിയെന്ന് BMS പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ. തൊഴിലാളികളാണ് നാടിന്റെ ശക്തി എന്ന് മനസ്സിലാക്കാതെ അവതരിപ്പിച്ച ഈ ബജറ്റ് തികച്ചും തൊഴിലാളി വിരുദ്ധമാണെന്നും ശശി ചോറോട്ടൂർ പറഞ്ഞു. BMS വല്ലപ്പുഴ പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ തൊഴിലാളികളുടെ 15 മാസത്തെ കുടിശ്ശിക പെൻഷൻ അനുവദിച്ചു നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തീരുമാനം ഉടൻ ഉണ്ടായില്ലെങ്കിൽ തൊഴിലാളി മുന്നേറ്റ പ്രക്ഷോഭം നടത്താൻ BMS നിർബന്ധിതമാകുമെന്നും BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP ജയരാജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് P വിജയൻ സമാരോഹ് പ്രഭാഷണം നടത്തി. AV ചന്ദ്രബാബു, V സതീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും യഥാസമയം വിതരണം ചെയ്യണമെന്ന് BMS മങ്കര പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ ഉപാധ്യക്ഷൻ ഗിരീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവിടെ ഒരു മുസ്ലിമായ ഒരു ക്രിസ്ത്യാനിയോ ആയിട്ടുള്ള ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഡെഡ് ബോഡി അടക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവരവരെ രജിസ്റ്റർ എടുത്ത് പരിശോധിക്കും. അവർ ആ പള്ളിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്താൽ മാത്രമേ അടക്കാൻ പറ്റുള്ളൂ ബോഡി അവിടെ മറവ് ചെയ്യണമെങ്കിൽ.
അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ സംഗതികളെല്ലാം. കൃത്യമായി മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് നോക്കി ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്. പക്ഷെ BMS അതിന് വ്യത്യസ്തമാണ്. BMS കുടുംബ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നു പറയുമ്പോൾ ഏറ്റവും അവന്റെ ഈ ഇരിക്കുന്ന ആളുകൾ ആരും നിങ്ങൾ പണം കൊടുത്തിട്ട് പ്രവർത്തിക്കുന്ന ആളുകളല്ല. ഈ ഇരിക്കുന്ന ആളുകൾ ആരും, ഇപ്പൊ ഞാൻ പൂക്കോട്ടുകാവ് എന്ന് പറയുന്ന CPM-ന് അത്രയും വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ സമ്പർക്കത്തിന് പോയി. അവിടെ ചെന്ന സമയത്ത് അവിടെ തൊഴിലാളികൾ ഒരുപാട് CIT-യിൽ അംഗങ്ങളായിരുന്ന തൊഴിലാളികൾ, അതിലൊരു CIT-ന്റെ നേതാവ് ഒരു സ്ത്രീ, അവര് ആരുടെ കൂടെ പോയി. അവര് പോയ സമയത്ത് അവൾ ആ ബുക്കും കൊണ്ടുപോയി. അതുകൊണ്ട് ആ നാട്ടിൽ ഒരാൾക്കും എന്തില്ല, ക്ഷേമനിധി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാരും BMS നിങ്ങളുടെ ക്ഷേമനിധി ബുക്ക് ഒരാളും ഒരു നേതാവിൻ്റെയും കയ്യിലല്ല കൊടുക്കുന്നത്. നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകം നമ്മൾ തൊഴിലാളിയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കും, ഇല്ലേ? ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യോഗാചാര്യൻ KK വിശ്വനാഥൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. മേഖലാ സെക്രട്ടറി KR രാജൻ, KV ശിവദാസൻ, കുഞ്ചുണ്ണി, KA ബാലകൃഷ്ണൻ, KR രമ്യ, വാർഡംഗം സുനീഷ്, ഭരതക്കാട്, ജിജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. റോഡ് പണിയുടെ അനാസ്ഥയെ തുടർന്ന് മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ട് ദുരിതം. ചെറുതുരുത്തി പയങ്കുളം റോഡ് 1-ാം മൈൽ ഭാരതപ്പുഴയിലേക്ക് പോകുന്ന റോഡ് പണിയെ തുടർന്നാണ് ഈ ദുരിതം. ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു. നിരവധി നാട്ടുകാർക്കും അംഗനവാടി വിദ്യാർത്ഥികൾക്കും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്കും ഒരുപോലെയാണ് വെള്ളക്കെട്ട് ദുരിതം അനുഭവപ്പെടുന്നത്. ഇതെല്ലാം കണ്ട് അധികൃതർ മൗനത്തിലും. ചെറുതുരുത്തി പയങ്കുളം റോഡ് 1-ാം മൈൽ ഭാരതപ്പുഴയിലേക്ക് പോകുന്ന റോഡ് പണിയുടെ അനാസ്ഥയെ തുടർന്ന് മഴ പെയ്തപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നുകൊണ്ടാണ് ഇതുവഴി കാൽനടയായി പോകുന്ന യാത്രക്കാർക്കും അംഗനവാടി വിദ്യാർത്ഥികൾക്കും സമീപത്തെ മാര്യമ്മൻ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. മഴ പെയ്താൽ ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് രൂപപ്പെടുമെന്ന് റോഡ് നിർമ്മിക്കുമ്പോൾ തന്നെ നാട്ടുകാർ സൂചിപ്പിച്ചതായിരുന്നു അത്രേ. എന്നാൽ അക്കാര്യമൊന്നും ചെവിക്കൊള്ളാതെ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. മഴവെള്ളം ഒലിച്ചു പോകാനുള്ള ആവശ്യമായ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. ഷിഗല്ല പോലുള്ള രോഗങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് കാൽനടയാത്ര ചെയ്യുന്ന കുട്ടികൾ അടക്കമുള്ളവർ ചളിവെള്ളത്തിലൂടെ നടന്നാൽ പല അസുഖങ്ങളും വരാൻ സാഹചര്യമുണ്ടാകുമെന്നും നാട്ടുകാർ പറയുന്നു. അധികൃതർ വേണ്ട നടപടി അടിയന്തരമായി കൈക്കൊള്ളണമെന്നും റോഡിൽ കെട്ടിനിൽക്കുന്ന വെള്ളം അടിയന്തരമായി ഒഴുകിപ്പോവാനുള്ള സംവിധാനം ഉടൻ തന്നെ ഉണ്ടാക്കണമെന്നും പൊതുപ്രവർത്തകനായ KM മുഹമ്മദ് പറഞ്ഞു. അല്ലാത്തപക്ഷം സമരമുറകളിലേക്ക് പോകേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. രാവും പകലും ഭേദമില്ല വിശ്വാസികൾ വരുന്ന പ്രദേശമാണ്. അതോടൊപ്പം തന്നെ അംഗൻവാടി നിലനിൽക്കുന്നുണ്ട്. പിഞ്ചു കുട്ടികൾ അംഗൻവാടിയിലേക്ക് വരുന്നതാണ്. ഇന്ന് മാത്രമല്ല, സ്കൂളുകൾക്ക് വന്ന കുട്ടികൾ തെരുവുനായ്ക്കളുടെ ശല്യം അതിലേറെ രൂക്ഷം. അപ്പോൾ ഇത്തരം ഈ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള റോഡുകളുടെ വർക്ക് നടക്കുമ്പോൾ കമ്മീഷൻ വ്യവസ്ഥ ഒഴിവാക്കിക്കൊണ്ട്, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണത്. ചില കോൺട്രാക്ടർമാർക്ക് നിശ്ചിത താല്പര്യം മുൻനിർത്തിക്കൊണ്ട് കമ്മീഷൻ അടിക്കുന്ന രീതിയിൽ പല വർക്കുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രദേശവാസികൾ സംഘടിച്ചുകൊണ്ട് ഒരു സമരമുഖത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് പഞ്ചായത്ത് അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഈ റോഡിൻ്റെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ നിലയ്ക്കും ഒരു പൊതുപ്രവർത്തന നിലയ്ക്കും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നിറപ്പൊലിമ ഓണത്തിനൊരു മുറം ചെണ്ടുമല്ലി കൃഷി നടിയിൽ ഉത്സവം തിങ്കളാഴ്ച നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് നിറപ്പൊലിമ ഓണത്തിനൊരു മുറം ചെണ്ടുമല്ലി കൃഷി നടുവിലെ ഉത്സവം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഏറ്റെടുത്ത് നടത്താൻ മുൻപിൽ വന്ന തയ്യാറായ പ്രവൃത്തിയും അതുപോലെ തന്നെ ആ കുടുംബശ്രീ നിറപ്പൊലിമ കുടുംബശ്രീ അംഗങ്ങളെയും ഗ്രാമം വളരെ നല്ല കാര്യമാണ്. CDS ചെയർപേഴ്സൺ PC സുമ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SJ നജീബ്, വൈസ് ചെയർപേഴ്സൺ ബൾക്കീസ്, ലത, മിനി, ഷാഹിദ, വിശാലാക്ഷി, തേജസ്, പ്രഭിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഭക്തി നിർവൃതിയോടെ പാലക്കാട് പിരായിരി തരവത്തുപടി നവനീത കൃഷ്ണൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വാദ്യ പെരുമയേകിയ ചെണ്ടമേളവും നൂറുകണക്കിന് ഭക്തരെത്തിയ മഹാന്നദാനവും ഉത്സവത്തിന് പകിട്ടേകി. രാവിലെ 5:30 മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. പിന്നീട് നിർമ്മാല്യ ദർശനവും വാകചാർത്തും അഭിഷേകവും ഭക്തജനങ്ങൾ കൺനിറയെ കണ്ടുതൊഴുത് ഭക്തി സായുജ്യമടഞ്ഞു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. 10 മണിയോടുകൂടി
സജീവ് മാരാരും സംഘവും അവതരിപ്പിച്ച മേളത്തിന് തുടക്കമായി. പതിനൊന്നുമണിയോടെ ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി തെക്കിനിയടത്ത് മന കൃഷ്ണൻ നമ്പൂതിരി അന്നദാനത്തിന് പൂജയോടുകൂടി തുടക്കം കുറിച്ചു. 3 മണിക്കൂർ നീണ്ടുനിന്ന അന്നദാനം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സമാപിച്ചു. വൈകിട്ട് മഹാദീപാരാധനയും നാടൻപാട്ടുകളുടെ ചേലുമായി പാലക്കാട് പാട്ടുഗ്രഹത്തിൻ്റെ അതിഗംഭീരം നാടൻപാട്ടും ഉണ്ടായിരുന്നു. ഈ മാസം 11-ന് ആരംഭിച്ച ഭാഗവത സപ്താഹ യജ്ഞത്തിനു കൂടിയാണ് ഇതോടുകൂടി സമാപനമായത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി. ജമാഅത്തെ ഇസ്ലാമി കോങ്ങാട് ഏരിയ കമ്മിറ്റിയാണ് മുണ്ടൂർ നാമ്പുള്ളിപുരം സുന്ദരവാര്യർ ALP സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകിയത്. വായനാ ദിനത്തോടനുബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി കോങ്ങാട് ഏരിയയുടെ ആഭിമുഖ്യത്തിലാണ് മുണ്ടൂർ നാമ്പുള്ളിപ്പുര സുന്ദരവാര്യർ ALP സ്കൂൾ ലൈബ്രറിയിലേക്ക് IPH ബാലസാഹിത്യങ്ങൾ നൽകിയത്. ജമാഅത്തെ ഇസ്ലാമി കോങ്ങാട് ഏരിയ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് സ്കൂൾ പ്രധാനാധ്യാപിക ഗിരിജയ്ക്ക് പുസ്തകങ്ങൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ IPH ഏരിയ കോർഡിനേറ്റർ റാഹില അധ്യക്ഷയായിരുന്നു. കബീർ മാസ്റ്റർ സ്വാഗതവും മെഹ്റാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പെരിങ്ങോട്ടുകുറിശി തോട്ടുമുക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം TK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. VC ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. TS മൊയ്തീൻകുട്ടി, TS കാസിം, ഉണ്ണീഷൻ INTUC, B വാസു, V പത്മമോഹൻ, PM ഷാജി, TK സമദ്, R രാഗേഷ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ലളിത രാമദാസ് സ്വാഗതവും അഷറഫ് തോട്ടുമുക്ക് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പരുത്തിപ്ര TMSLP സ്കൂളിലെ കുട്ടികൾ ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറി സന്ദർശിച്ചു. വായനശാല സന്ദർശനം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. സെക്രട്ടറി രാജൻ, ലൈബ്രറിയൻ ഗോവിന്ദൻകുട്ടി വിദ്യാർത്ഥികൾക്കായി പ്രഭാതം ലൈബ്രറിയുടെ നാൾവഴികൾ പങ്കുവച്ചു. മധുരം നൽകി. സ്നേഹസമ്മാനമായി ഇരുവരെയും സ്കൂൾ പ്രധാനാധ്യാപിക നജാദ് ടീച്ചർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ലൈബ്രറിയിൽ ഇനിയും വരുമെന്ന് വിദ്യാർത്ഥികൾ ഒരേ സ്വരത്തിൽ സന്ദർശനം കഴിഞ്ഞു മടങ്ങിയവർ പറഞ്ഞു. അധ്യാപിക ശ്രുതി നേതൃത്വം നൽകി. 4ലെ വിദ്യാർത്ഥി റിയയുടെ നന്ദിയോടെ ഏകദേശം 1.5 മണിക്കൂർ നീണ്ട വായനശാല സന്ദർശനത്തിന് വിരാമമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അനങ്ങൻമലയുടെ താഴ്വാരത്തുണ്ട് കൂറ്റൻ വേൾഡ് കപ്പ് മോഡലൊരുക്കി PT ആർട്സ്. 36 അടി ഉയരമുള്ള ട്രോഫിക്ക് പുറമെ ലോകകപ്പിന്റെ ചരിത്രം പറയുന്ന ചിത്ര പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. ഫുട്ബോളിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന സംരംഭകനും പനമണ്ണ സ്വദേശിയുമായ യാസിർ പുതിയടത്താണ് ഈ കൂറ്റൻ ലോകകപ്പ് ട്രോഫിയുടെ നിർമ്മാണത്തിന് പിന്നിൽ. ട്രോഫി സ്ഥാപിക്കലും പ്രദർശനവും ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയ് നിർവഹിച്ചു. നമുക്കും ഭയങ്കര അഭിമാനമാണ് ഇത്ര ഇൻട്രസ്റ്റ് എടുത്ത്. അതുപോലെ കട്ടയ്ക്കും താത്തയും നിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. പിള്ളേരും ഫാമിലിക്ക് ഒപ്പം തന്നെ ഇക്കരെ കൂടെ ഇങ്ങനെ നിൽക്കണതാണ് ഇക്കയ്ക്ക് ഇത്ര വലിയ മോട്ടിവേഷൻ കിട്ടിയത്. അപ്പോൾ ഇക്ക വലിയ സന്തോഷം. എന്നെ കൂടെ ക്ഷണിച്ചതിന് ഇത് ഈ വേൾഡ് കപ്പ് ഇനോഗ്രേറ്റ് ചെയ്യാൻ എന്നോട് ക്ഷണിച്ച നല്ലവരെ നാട്ടുകാരോടും അതുപോലെ ആശ്രിക്കോടും ഫാമിലിയോടും നന്ദി പറഞ്ഞു. യാസിൻ പുതിയടത്ത് അധ്യക്ഷനായി. PV തോമസ്, PT വിനു, ഷാജിദ യാസിർ, NK ജയരാജൻ, ജഫർ സാദിഖ്, K അയൂബ്, PV അലി അക്ബർ, അഹമ്മദ് നൈസ്, SI രാജേഷ്, സലമാൻ കുട്ടിക്കാട്, താഹിർ ഫോക്കസ് എന്നിവർ സംസാരിച്ചു. ജൂലൈ 12-ാം തീയതി രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പ്രദർശനം ഉണ്ടാവുക. ട്രോഫിയുടെ മാതൃകയ്ക്ക് 20 അടിയാണ് ഉയരം. ഇതിരിക്കുന്ന സ്റ്റാൻഡ് കൂടിയാകുന്നതോടെ 36 അടിയിലെത്തും. 6 ലക്ഷം രൂപയോളമാണ് ഇതിന്റെ ചെലവ്. ട്രോഫി സ്ഥാപിക്കുന്നതിന്റെ ചുറ്റുമായാണ് ലോകകപ്പ് ചരിത്ര ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. 1930-ലെ ലോകകപ്പ് മുതൽ 2022-ലെ ലോകകപ്പ് ജേതാക്കളുടെ ചിത്രം വരെയുണ്ടാകും. ഓരോ ചിത്രത്തിന് കീഴിലും ഫൈനലിൽ എന്തു സംഭവിച്ചു എന്ന വിവരങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഒപ്പം ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ പതാകകളും പ്രദർശന നഗരിയിലുണ്ട്. കഴിഞ്ഞ ലോകകപ്പ് കാലത്ത് നെയ്മറിന്റെ ഏറ്റവും ഉയരമുള്ള കട്ടൌട്ട് ഒറ്റപ്പാലത്ത് സ്ഥാപിച്ചത് ബ്രസീലിന്റെ ആരാധകൻ കൂടിയായ യാസിറിന്റെ നേതൃത്വത്തിലായിരുന്നു. എന്നാൽ ഫുട്ബോളിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇത്തവണ എല്ലാ ആരാധകർക്കും കൗതുകമൊരുക്കാൻ ലോകകപ്പിന്റെ കൂറ്റൻ മാതൃക ഒരുക്കാൻ മുന്നിട്ടിറങ്ങിയതെന്നും PT ആർട്സ് സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായ യാസിർ പുതിയടത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു സർക്കാരുകളെയും തനിക്ക് ഭയമില്ലെന്നും വ്യാപാരി സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കായി സർക്കാരിൽ ഇടപെടാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുമെന്നും KVVS സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. KVVS പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ കരുത്ത് ഏറെ പ്രചോദനമാണെന്നും രാജു അപ്സര. ചെറുകിട വ്യാപാരികൾക്ക്
ലൈസൻസുകൾ ഉദാരമാക്കണമെന്നും ലൈസൻസ് ഫീസുകൾ ചുമത്തരുതെന്നും കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 2026-28 വർഷത്തേക്കുള്ള ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലിനെയും മറ്റു ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. KVVS ജില്ലാ കൗൺസിൽ യോഗം കുളപ്പുള്ളിയിൽ. ഷൊർണൂരിന് പുത്തൻ മുഖഛായ. നഗരാസൂത്രണ പദ്ധതികൾക്ക് കൗൺസിലിന്റെ അംഗീകാരം. പ്രത്യേക സമിതിയും രൂപീകരിച്ചു. നഗരാസൂത്രണ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചത് നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗത്തിൽ. മൃഗസംരക്ഷണ വകുപ്പിൽ നടക്കുന്നത് മാനദണ്ഡവിരുദ്ധമായ സ്ഥലം മാറ്റങ്ങളാണെന്ന് FSETO. സ്ഥലം മാറ്റത്തിനൊപ്പം നടക്കുന്നത് തരം താഴ്ത്തൽ കൂടിയാണെന്നും FSETO. നിയമവിരുദ്ധവും മാനദണ്ഡങ്ങൾ ലംഘിച്ചുമുള്ള സ്ഥലം മാറ്റ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് FSETO ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മൃഗസംരക്ഷണ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം. സ്ഥലമാറ്റത്തിന്റെ പേരിൽ നടക്കുന്നത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മേരി സിൽവസ്റ്റർ. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ അസംഘടിത തൊഴിലാളികളെ ഒഴിവാക്കിയെന്ന് BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടോ. തൊഴിലാളികളാണ് നാടിന്റെ ശക്തിയെന്ന് മനസ്സിലാകാതെ അവതരിപ്പിച്ച ബജറ്റ് തികച്ചും തൊഴിലാളി വിരുദ്ധമാണെന്നും ശശി ചോറോട്ടോ. BMS വല്ലപ്പുഴ മങ്കര പഞ്ചായത്ത് സമ്മേളനങ്ങൾ ചേർന്നു. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും യഥാസമയം വിതരണം ചെയ്യണമെന്ന ആവശ്യം. ഭക്തിനിർവൃതിയോടെ പാലക്കാട് പിരായിരി തരവത്തുപടി നവനീത കൃഷ്ണൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടി. വാദ്യപ്പെരുമയേകിയ ചെണ്ടമേളവും നൂറുകണക്കിന് ഭക്തരെത്തിയ മഹാന്നദാനവും ഉത്സവത്തിന് പകിട്ടേകി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.